ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് വ്ലോഗാണ് ഞാൻ മാത്രമായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെയാണ് ചെയ്യാറ്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അപ്പോൾ ഫസ്റ്റ് വ്ലോഗ് തന്നെ എന്ത് കോണ്ടന്റ് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ എന്തോ പെട്ടെന്ന് എൻ്റെ കയ്യിലൊരു കവർ കിട്ടി. അപ്പോൾ ആ കവർ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ 5th ഗ്രേഡ് മുതൽ 9th ഗ്രേഡ് വരെ എനിക്ക് ബാക്കിയുള്ളവർ തന്നതും എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്നൊരു കവറാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇതൊരു കോണ്ടന്റ് ആക്കി വയ്ക്കാം. ബിക്കോസ് ലൈക്കിന് വേണ്ടിയിട്ടോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടോ കോമെൻറ്റിന് വേണ്ടിയിട്ടോ അല്ല. പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ പിന്നെ ഒരു നാൾ ഞാൻ എടുത്തു നോക്കുമ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, അഥവാ എനിക്കിതുവെല്ലാം മിസ്സിങ് ആയി പോയാലും ത്രൂ ദിസ് എനിക്കിത് കാണാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇതാണ് ആ കവറ്. ആക്ച്വലി ഇത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ കുറേ എഴുതിക്കുന്ന കവറാണ്. ഇതെനിക്ക് 9th അതായത് കഴിഞ്ഞ വർഷം ജൂൺ 24th ടൈമിൽ എനിക്ക് കിച്ചു തന്നതാണ് കൃഷ്ണേന്ദു. അപ്പം എനിക്ക് മോസ്റ്റ്ലി ഗിഫ്റ്റ് തന്നിട്ടുള്ളത് കൃഷ്ണേന്ദുവും ഭൂമികയാണ്. ബിക്കോസ് അവർ രണ്ടുപേരും കൃഷ്ണേന്ദു തരുന്നതെന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡായിരിക്കും, മോസ്റ്റ്ലി ഹാൻഡ് മെയ്ഡായിരിക്കും. കുറേ പ്രിൻ്റ് എടുത്തും അതിനെ കുറേ ഒട്ടിച്ചും കാർഡ്ബോർഡിലൊക്കെ ആക്കിയും പിന്നെ കുറേ സാധനങ്ങൾ എന്താ പറയുക ഇങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടായിരിക്കും എനിക്ക് കൃഷ്ണേന്ദു തരുന്നത്. ഭൂമിക തരുന്നതെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു തരും. അതുകൊണ്ട് എനിക്ക് ഇവർ രണ്ടുപേരും ഇടുന്ന എഫേർട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാം വാങ്ങിച്ചിരുന്നു എന്നുള്ളതല്ല, എനിക്ക് എന്ത് തന്നാലും സന്തോഷമാണ്. ഇടുന്ന എഫേർട്ട് എനിക്ക് ധാരാളമാണ്. അയ്യോ, എനിക്ക് തന്നല്ലോ, തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും സോ ഈ കവറിലാണ് എല്ലാം ഇരിക്കുന്നത്. സോ ഈ കവർ ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. സോ ഫസ്റ്റ് ഞാൻ ഭൂമിക തന്നത് തന്നെ എടുക്കാം. ഇതാണ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ഫോർ ഓൾവേസ് ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ മീ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ, ഇതാണ് എനിക്ക് തന്നത്. സോ ഇതെനിക്ക് 7th തന്നതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ സ്റ്റെയർ കേസ് കയറി എൻ്റെ ക്ലാസ് എത്തുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു വേണം ഒരു കാര്യം തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നതാണ്. സോ ഇത് ഞാൻ കുറേ നാൾ എൻ്റെ ഒരു ഷെൽഫുണ്ട്, ആ ഷെൽഫിൻ്റെ മുകളിൽ വെച്ചിരുന്നതാണ്. പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്തപ്പോഴാണ് ഈ ഒരു കവറിലേക്ക് ഞാൻ മാറ്റിയത്. സോ ഇത് ഫസ്റ്റ് വൺ ആണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇത് എനിക്ക് 8th ആരാധന തന്നെയാണ്. ഇത് ഐ തിങ്ക് ഒരു വാച്ചിൻ്റെത് പെട്ടിവല്ല ആയിരിക്കും, അറിയില്ല. സോ ഇത് എനിക്ക് ആരാധന 8th തന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ 8th തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു, 5 സ്റ്റാറിൻ്റെ എന്തോ. ഇതാണ് എനിക്ക് തന്നത്. ഒരു മിനിറ്റ്. ഇതും പിന്നെ ഒരു ലെറ്ററും കൂടെ ഉണ്ട്. അതിൽ ലെറ്ററൊക്കെ വായിക്കാൻ ഞാൻ വേണമെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്, പക്ഷെ ഇത് സൂം ആകുന്നില്ല. കോമഡിയാണ്. ആ ടൈമിലൊക്കെ നമ്മൾ ഈ BTS സംഭവങ്ങളൊക്കെ ആയിരുന്നല്ലോ, കൊറിയയിൽ പോകണം, ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്. അപ്പം അതിനെപ്പറ്റി ബന്ധപ്പെടുത്തിയൊക്കെ എഴുതിയതാണ്. ഓക്കെ, സോ ഇത് ആരാധന തന്നെയാണ്. ഇതിനകത്ത് ഇത് മാത്രമല്ല കേട്ടോ, കുറേ ഇങ്ങനെ പേപ്പറൊക്കെ കീറിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നൈസ് വൺ, ഇഷ്ടമാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു പെർഫ്യൂം. ഓക്കെ, ഈ ഒരു പെർഫ്യൂം ഞാൻ ATC ക്യാമ്പ്, അതായത് എൻ്റെ ഫസ്റ്റ് NCC ക്യാമ്പ്, ഇപ്പോൾ ഇത് 1 വർഷമായി. അതായത് എൻ്റെ കഴിഞ്ഞ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞാൻ ATC ക്യാമ്പിന് പോയത്. അപ്പോൾ ഇത് 1 വർഷമായി. സോ ഇത് തീർന്നു, ഇത് ഫുള്ളായിരുന്നു ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും. പിന്നെ ഇത് തീർന്നു. ബിക്കോസ് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാർമലിലെ കുറച്ച് കുട്ടികളും ഇത് യൂസ് ചെയ്യുമായിരുന്നു. സോ ഈ ഒരു സംഭവം മണപ്പിച്ച പിന്നെ എൻ്റെ ഭഗവാൻ ഇങ്ങനെ ഫ്ലാഷ് ബാക്കാണ് കുറേ കാര്യങ്ങളിലേക്ക്. ഈ ATC ക്യാമ്പ്, എനിക്ക് ATC ക്യാമ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നടന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരെണ്ണം അയ്യോ ഞാനൊരു വികാരജീവിയാണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല. കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് പറയാൻ. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് മെമ്മറീസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. സോ ഈ ഒരു പെർഫ്യൂം, ഞാൻ ഈ പെർഫ്യൂമിൻ്റെ ബ്രാൻഡൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, വേണ്ട. അടുത്തത്
വീണ്ടും ഭൂമിക. സോ ഇത് എനിക്ക് ഭൂമിക തന്നൊരു ഗിഫ്റ്റാണ്. സോ എന്ന് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതിൽ ഓരോ ലെറ്റേഴ്സിനെ ഇങ്ങനെ explain ചെയ്ത് എഴുതിയിരിക്കുകയാണ്. B, believe in each other always. E, endless love always. S, special person always. T, trust you always. F, fight for you always. R, refresh your mind in seconds always. I, inspire you always. E, exchange very silly stories always. N, never stop caring for you. D, door of understanding always. Happy birthday. So എനിക്കിത് ഭൂമിക തന്നെയാണ്, ഇത് 9th തന്നെയാണ്. സോ എനിക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാം സ്പെഷ്യലാണ്, ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാം സ്പെഷ്യലാണ്. പക്ഷെ എന്നാലും എന്തോ എനിക്ക് ഭൂമികയുടെ അടുത്തൊക്കെ ഒരു ചെറിയ സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് എക്സാം, അതായത് 9th ലാസ്റ്റ് എക്സാം ആവുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, എടാ എനിക്ക് ഭയങ്കരമായിട്ടും കിൻഡർ ജോയ് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ, എടാ എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നുന്നു. സോ ഏതോ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നെ വിളിക്കാൻ വന്നപ്പോൾ പോവാറായപ്പോഴത്തേക്ക് എടാ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിൻഡർ ജോയ് തന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് അയ്യോ വേണ്ടായിരുന്നു എന്നൊന്നും തോന്നിയില്ല. ഞാൻ അപ്പം തന്നെ എടുക്കുകയും ചെയ്തു, പോവുകയും ചെയ്തു, താങ്ക് യു പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അടുത്തത് എന്ന് പറയുന്നത് കൃഷ്ണേന്ദു. സോ ഇതാണ് എനിക്ക് കൃഷ്ണേന്ദു തന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. സോ എനിക്ക് ഒരു സൂര്യൻ്റെ പടമൊക്കെ വരച്ചിട്ട് യു ആർ ലൈക്ക് ദ സെക്കൻഡ് മോസ്റ്റ് ഹോട്ടസ്റ്റ് തിങ് ഐ ഹാവ് എവർ സീൻ. അതാടി സുന്ദരി കുട്ടികൾക്കുള്ളൊരു മെച്ചം, എവിടെ ചെന്നാലും നോക്കാൻ ആളുണ്ടാവും. താങ്ക് യു. അയ്യോ, ഐ ലവ് യു ഫ്രം മൈ ഹെഡ് ടു മൈ ടോസ്. അതിനെ ഒരു ഭയങ്കര ഭംഗിയായിട്ടും കുറച്ച് എസ്തെറ്റിക്കും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കുട്ടി. ഹാപ്പി ബർത്ത്ഡേ, വിഷിംഗ് യു ദ ബെസ്റ്റ് ബർത്ത്ഡേ. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. വി വിൽ ബി ഓൾവേസ് ബൈ യുവർ സൈഡ്, ലവിംഗ് യു ആൻഡ് വിൽ കീപ് ഓൺ സപ്പോർട്ടിംഗ് യു ഓൺ എവറിത്തിങ് യു വിഷ് ടു ഡു. ഫ്രം കിറ്റൂസ് ടു മാലൂസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇത് എനിക്ക് 8th കിട്ടിയതാണ്. യെസ്, 8th കിട്ടിയതാണ്. ഓക്കെ, അടുത്ത് ഇത് ഗിഫ്റ്റല്ല, എനിക്ക് ലവീന വരച്ചു തന്നതാണ് 8th പഠിക്കുന്ന ടൈമിൽ. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഞാൻ അപ്പോഴേ ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇരിക്കട്ടെ കുറച്ചുകൂടെ താങ്ക്സ്. മേരി ക്രിസ്മസ്, ഇത് ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് ഇതാണ് ഏറ്റവും മോസ്റ്റ്ലി കിട്ടിയിട്ടുള്ളത്, ഈ മേരി ക്രിസ്മസ്. അയ്യോ, അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണില്ല. ഇറ്റ്സ് പീപ്പിൾ ലൈക്ക് യു ദാറ്റ് മേക്ക് ക്രിസ്മസ് സോ സ്പെഷ്യൽ ആൻഡ് മീനിങ് ഫുൾ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഐ തിങ്ക് എനിക്കിത് തന്നത് ഏഞ്ചലും ഏഞ്ചലീന എന്ന് പറഞ്ഞിട്ട് 2 ട്വിൻസ് ഉണ്ട്, അവരാണെന്നാണ് എൻ്റെ വിശ്വാസം. ആയിരിക്കണേ. ഓക്കെ, ഇത് കാർത്തിക വരച്ചതാണ് എനിക്ക് വേണ്ടിയിട്ട്. ടു മാളു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കലാകാരിയാണ്. ജോഗ്രഫി ബുക്കൊക്കെ കാർത്തികയുടെ എടുത്ത് നോക്കണം. എഫേർട്ടേ. നമ്മൾ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ കാർത്തികയുടെ നോട്ട്സ് അങ്ങനെയില്ല. ടെക്സ്റ്റ് ബുക്കേ എടുത്ത് നോട്ടിൽ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെയാണ് കാർത്തിക ചെയ്യുന്നത്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. നൈസ്. അടുത്തത്, അയ്യോ, ഈ പേപ്പർ ഞാൻ 2/4/2023, അതായത് 2023 April 2 ഞാൻ ഇത് എഴുതുന്നത്. സോ ഇത് കമ്പ്യൂട്ടറൊന്ന് ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ എഴുതിയതാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, വായിക്കണമെങ്കിൽ പോസ് ചെയ്തങ്ങ് വായിച്ചാൽ മതി. ബിക്കോസ് ഇത് ഒരുപാടുണ്ട്. പക്ഷെ ഐ ഫീൽ ലൈക്ക് ഞാൻ അപ്പോൾ എഴുതിയ മെജോറിറ്റി കാര്യങ്ങളും ഭയങ്കര ഗൂഗിളിൽ നോക്കി എഴുതിയത് പോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കി എഴുതാറില്ല. എനിക്ക് അങ്ങനത്തെ എഫേർട്ട് ഇടുന്ന പരിപാടിയൊന്നുമില്ല. ഗൂഗിളിൽ നോക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു, ഗൂഗിളിൽ എല്ലാം എന്തെങ്കിലും സങ്കടം ഉണ്ടായിരുന്നെങ്കിലും അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ എഴുതുക. അപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത്, അയ്യോ അറിയാമല്ലോ, BTS. ഇതെനിക്ക് കാർത്തിക തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ടു മാളു ചേച്ചി എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ കാർത്തികയുടെ
ആരോ ആണ് എനിക്ക് തന്നത്, കാർത്തിക ത്രൂ തന്നത്. അനിയത്തിയോ കസിൻ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. 8th തന്നതാണ്. നെക്സ്റ്റ് ഇത് ഭൂമിക തന്നതാണ്. ഇതിങ്ങനെ പരുവാകാൻ കാരണം എൻ്റെ ബാഗിൽ വെച്ചതാണ്. ബാഗിൽ വെച്ചപ്പോൾ ബുക്കെല്ലാം കൂടെ എൻ്റെ മുകളിൽ വീണ് അതിങ്ങനെ ആയിപ്പോയതാണ്. ഫ്രണ്ട്ഷിപ്പ് ഡേ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് തന്നതാണ്. യു സോ മച്ച്. ഐ എം വെരി ഹാപ്പി ടു ഗെറ്റ് എ ഫ്രണ്ട് ലൈക്ക് യു. സെയിം പിച്ച്. ഓക്കെ, അടുത്തത് അയ്യോ വേണ്ട, എൻ്റെ പഴയ ഫോട്ടോ ഒന്നും എനിക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. ഐ മീൻ പഴയ ഫോട്ടോ എന്ന് പറയുമ്പോൾ 7th 6th ടൈം. അപ്പോൾ പല്ലിൽ കമ്പിയൊന്നും ഇട്ടിട്ടില്ല. സോ പല്ലൊക്കെ വികൃതമായിട്ടാണ് ഇരിക്കുന്നത്. സോ ഇതും ഭൂമിക്കയാണ്. അയ്യോ, അതിനകത്ത് ഇത് കസ്റ്റമൈസ്ഡ് ആണ്. അതായത് ഭൂമികയുടെ പേര് ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മേരി ക്രിസ്മസ്, ഭൂമിക വുഡ് ലൈക്ക് ടു വിഷ് യു ഓൾ വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. വിഷ് യു എ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ, ഇത് മാത്രമേ ഉള്ളൂ. അടുത്തത് കാർഡാണ്. ഓക്കെ, മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് എന്താ കൃഷ്ണേന്ദു. ഓക്കെ, you have made my 2022 wonderful and I'm so grateful to have you in my life. To Malavika, I love you so much from Kichu. So കിച്ചുൻ്റെ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. So glad. ഓക്കെ, കിച്ചു എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കൊടുക്കും. കുട്ടിയാണ്, നല്ലൊരു കുട്ടിയാണ് കേട്ടോ. ഇങ്ങനൊരു നല്ല കുട്ടി കാണില്ല. നെക്സ്റ്റ് ഇത് 5th കിട്ടിയതാണ്. സോ ക്ലിയർ ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇത് എനിക്ക് മാളവിക പ്രതീക്ഷ തന്നതാണ്. ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് ഹായ് മൈ ഫ്രണ്ട് യു. ഓക്കെ, വിഷ് യു ആയിരിക്കും, വിഷ് എഴുതിയിട്ടില്ല. വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ദിസ് ഇസ് യുവർ ഗിഫ്റ്റ് ബൈ മാളവിക ടു മാളവിക. താങ്ക് യു. ഇത് മറിയം സാഹി എനിക്ക് തന്നതാണ്. ഒരുപാട് നന്ദിയുണ്ട്, കലാകാരിയാണ്. My phone number is 2255. ഇതും കൂടെ ഉണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. കലാകാരി, ഭയങ്കര നല്ലൊരു കലാകാരിയാണ് മറിയം സാഹി. ഓക്കെ, നമ്മൾ എല്ലാവരും കൂടെ മറിയം സാഹി .com എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് ഇത് എനിക്ക് അൽഫോൺസ് തന്നതാണ് കേട്ടോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓക്കെ, വായിച്ചു തരാം. You inspired me to read more books and to speak more confidently. Love your attitude. You also inspired me to write again. You are definitely creative and warm-hearted. To Malavika. ഈ ബുക്ക് റീഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ 8th പഠിക്കുമ്പോൾ ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചതാണ്. അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു ആ ടൈമിൽ. സോ ഇൻ്റർവെല്ലിനായാലും ഫ്രീ പീരീഡ് കിട്ടിയാലും അത് വായിച്ച് തീർക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. സോ അതത്രയും വായിച്ച് തീർത്തു. പക്ഷേ എൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ കുറച്ചേ വായിച്ചോളൂ. സോ അത് പക്ഷേ ആ ബുക്ക് ഫുള്ള് ഞാൻ തീർത്തു. അതുകൊണ്ടായിരിക്കും ഇൻസ്പയർഡ് മീ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഞാനൊന്നും എഴുതിയിട്ട് ഇതിനകത്ത് വച്ചതല്ല കേട്ടോ. ഇത് എഴുതി തന്ന ആൾക്കാരെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് എനിക്ക് അൻവിത തന്നെയാണ്. അൻവിത ഈസ് സ്റ്റിൽ ഇൻ മൈ ക്ലാസ്. പക്ഷേ അല്ല, ഐ തിങ്ക് 5th തൊട്ട് 8th വരെ അൻവിത എൻ്റെ ക്ലാസ്സിലല്ലായിരുന്നു. യെസ്, അതിന് മുമ്പേ. പിന്നെ ഇതെങ്ങനെ എനിക്ക് കിട്ടി? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. 4ാം ക്ലാസ്സിലല്ലോ തന്നെയാണോ അറിയില്ല. ടു മാളവിക ബൈ അൻവിത, ഹാപ്പി ന്യൂ ഇയർ. ഇത് ഗ്രീറ്റിംഗ് കാർഡാണ്, പക്ഷെ എപ്പോഴാണ് തന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ കിട്ടിയപ്പോൾ തന്നെ തന്ന ആൾക്കാരുടെ കയ്യിൽ അവരുടെ വാട്സപ്പിലേക്ക് ഞാനിത് അയച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് ഫ്രം someone I don't know bro. എനിക്ക് സത്യം ടു മാളവിക, എനിക്ക് മാളുവിൻ്റെ സ്വഭാവം ഇഷ്ടമാണ്. എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി. കേട്ടല്ലോ, കുറേ പേർക്ക്
എന്നെ കണ്ടാൽ ആദ്യമേ അങ്ങ് ജഡ്ജ് ചെയ്ത് കളയും. ഭയങ്കര മുട പിടിച്ച അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. സംസാരിക്കാൻ പോരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ തിരിച്ച് ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മുടയാണ്. എൻ്റെ ദൈവമേ, എനിക്ക് ഞാൻ പറയട്ടെ, എൻ്റെ അമ്മയുടെയും അതായത് അമ്മയുടെയും എൻ്റെ അക്കൗണ്ട് അമ്മയുടെ ഫോണിൽ തന്നെയാണ്. ഞാൻ സ്വന്തമായിട്ട് ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ടില്ല. എൻ്റെ ആകപ്പാട് ഫോണിൽ ഞാൻ മെയിനായിട്ട് എൻ്റെ ഫോണിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വാട്സപ്പും പിന്നെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടും യൂട്യൂബും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗെയിം അഫ്കോഴ്സ് കാണുമല്ലോ. പിന്നെ എനിക്ക് ഈ ഫോളോവേഴ്സിനെ കിട്ടുമ്പോഴത്തേക്കും ഞാൻ ഇരുന്ന് നോക്കാറില്ല. എനിക്ക് ഇത് കാർമലൈറ്റ് ആണോ ഇത് കാർമലിൽ പഠിക്കുന്ന കുട്ടിയാണോ, എനിക്ക് അറിയാവുന്ന കുട്ടിയാണോ, അതൊന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് വളരെ ഷോർട്ട് പീരീഡിന് മാത്രമാണ് എനിക്ക് അമ്മയുടെ ഫോൺ യൂസ് ചെയ്യാനുള്ള ടൈം തന്നിട്ടുള്ള അമ്മ. ഞാൻ എടുക്കും, അമ്മ തിരിച്ച് വാങ്ങി എടുക്കും തിരിച്ച്. പിന്നെ റീൽ ഇടാനുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഷീ വിൽ ഗിവ് മി എ ബിറ്റ് ഓഫ് ടൈം മോർ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറില്ല. സോ എനിക്ക് എന്നെ തിരിച്ച് ഫോളോ ചെയ്യണമെന്ന് ഇതുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യും. ഞാൻ ഇന്ന ആളാണ്, എന്നെ ഒന്ന് ഫോളോ ബാക്ക് ചെയ്യും. അങ്ങനെയൊന്നും പറയണ്ട, എന്നെ ഫോളോ ബാക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ മതി, ഞാൻ ഫോളോ ബാക്ക് ചെയ്യും. എനിക്ക് മോഡയൊന്നുമില്ല. എൻ്റെ ഫേസ് ഇങ്ങനെ ആയിപ്പോയി, റെസ്റ്റിംഗ് ഫേസ്, ഇച്ചിരി ദേഷ്യമുള്ളതുപോലെ ആണ്, അങ്ങനെ തോന്നത്തുള്ളൂ. പക്ഷേ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് വിത്ത് ഇറ്റ്സ് കവർ എന്നല്ലേ, പിന്നെ എന്തിനാണ് എന്നെ വെറുതെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ആക്ച്വൽ സ്വഭാവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഫ്രണ്ട്ലിയൊക്കെയാണ്. ലൈക്ക് കുറച്ചൊരു ക്ലോസ് ആയാൽ യു വിൽ നോ മോർ ദ ഗൂഫി സൈഡ് ഓഫ് മീ. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഗൂഫിയാണ്. ഐ എം ലൈക്ക് മോർ വിയേർഡ്. ഓക്കെ, ഇത് എനിക്ക് 7th കോവിഡ് ആയിരുന്നല്ലോ. 7th ഹാഫൊക്കെ ലൈക്ക് ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞാൻ നമ്മളെല്ലാവരും സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും മൺഡേ ഇത്ര പേര്, ട്യൂസ്ഡേ ഇത്ര പേര്, വെനസ്ഡേ മൺഡേയിലെ സെയിം ആൾക്കാർ, തേഴ്സ്ഡേ ട്യൂസ്ഡേയിലെ സെയിം ആൾക്കാർ, അങ്ങനെ ആയിരുന്നല്ലോ. എനിക്ക് ചായ തന്നതാണ്. ആ ടൈമിൽ ഞാനും ചായ മാത്രമായിരുന്നു കമ്പനി. ബിക്കോസ് എൻ്റെ ആ ടൈമിൽ എൻ്റെ കയ്യിലിരുന്ന ഫോൺ ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് അല്ലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് അമ്മ അതിനകത്ത് വാട്സപ്പ് തന്നിട്ടില്ലായിരുന്നു. അതിന് പകരം ഞാൻ ടെലഗ്രാമാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ആ ടെലഗ്രാമിൽ എൻ്റെ മെജോറിറ്റി ഓഫ് ദ ഫ്രണ്ട്സും ഇല്ലായിരുന്നു, ഒരാളും ഇല്ലായിരുന്നു. ജസ്റ്റ് ജായ ഉണ്ടായിരുന്നു, ജായയുടെ അനിയത്തി ഉണ്ടായിരുന്നു, ഒലിയ. അപ്പം ഇവരുടെ രണ്ടുപേരുടെ കൂടെ ആയിരുന്നു എൻ്റെ ചാറ്റ്. ജായയും ഞാനും ഭയങ്കര ക്ലോസ് ആയിരുന്നു, എപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ജായ എനിക്ക് തന്നെയാണ്. ഇതിൽ മെജോറിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത കുറേ ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ തിരുത്തി വായിക്കാം. അപ്പോൾ ഇത് ഞാൻ കൃഷ്ണേന്ദുവിന് അയച്ചു കൊടുത്തപ്പോൾ കൃഷ്ണേന്ദു ചോദിക്കുന്നത് ലവ് ലെറ്റർ ആണോന്ന്. അങ്ങനെയാണ് എഴുതിക്കുന്നത്. ഹായ് മാളു, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഫൈൻ. ഐ ലവ് യു സോ മച്ച്. ഐ ഡിഡ്ന്റ് see you for 1.5 years because of this stupid corona. But now at last I saw you. I like you so much. The gifts I gave you from that summer handmade cute thing. Hope you like it. I'm not writing so much because I have to tell you so much. അതായത് ഒരുപാട് എഴുതുന്നില്ല, നേരിട്ട് പറയാമെന്നാണ് ആൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതായിരുന്നു ഉദ്ദേശിച്ചത്. ഇത് ജായ തന്നെയാണ്, വേറെ ആരും എഴുതിയിട്ടുന്നില്ല. ഐ ലവ് യു, ഐ ലൈക്ക് യു ഒക്കെ ജായാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ജായയാണ്. ഓക്കെ, ജായ ഇത് മാത്രമല്ല തന്നിട്ടുള്ളത്, ജായ ഒരു ബോക്സാണ് തന്നിട്ടുള്ളത്, ചെറിയൊരു ബോക്സ്. അത് ഞാൻ ഫുള്ള് കാണിച്ചു തരാം. കൃഷ്ണേന്ദു ഇത് എല്ലാം കാണിക്കുന്നത് തന്നെ. കൃഷ്ണേന്ദു ഇതൊക്കെ എനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് തന്നത്, ഒരു ബണ്ടിലായിട്ടേ തരത്തുള്ളൂ. അതിൽ എപ്പോഴും ഓരോന്നായിട്ട് തരുന്നതല്ല. ഇത് കൃഷ്ണേന്ദു തന്നതാണ് ഈ ഹാർട്ട്. ആൻഡ് ബാക്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. So happiest birthday bro. Didn't get the time to do anything because of the exam, but still did this for you. Hope you like it. Love you. Okay. 5th standard ആണ്. തന്നത് റോഷ്നി VS. പക്ഷെ ഞാൻ റോഷ്നിയെ പറ്റി പറയുകയാണെങ്കിൽ ഷീ ഈസ് സോ ടാലൻറ്റഡ്. പറയട്ടെ, ലൈക്ക് ഡ്രോയിങ്ങിലായാലും എന്തിലായാലും ലൈക്ക് ഡ്രോയിങ്ങിലൊക്കെ ഒരു രക്ഷയില്ല. ചെയ്യുന്ന ഡ്രോയിങ്സൊക്കെ എനിക്ക് ഡ്രോയിങ്സ് കളറിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര റെസ്പെക്റ്റാണ്. ബിക്കോസ് എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ അറിയാം, ഡ്രോയിങ് മാത്രം, സ്കെച്ചിങ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്ക് കളറിങ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്ക് അത് പഠിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് എനിക്കത് അത്രയും റെസ്പെക്റ്റോട് ഞാൻ അവരുടെ ഒരു ടാലൻറ്റിനെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ റോഷ്നി ഒരു രക്ഷയില്ല. യു ആർ റോക്കിംഗ്. റോഷ്നിക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്, യുനോ, നല്ലൊരു ഫ്യൂച്ചർ. ആൻഡ് 5th സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇതെനിക്ക് കൃഷ്ണേന്ദു തന്നതാണ്. സോ
ഓക്കെ, ഞാൻ വലിയ ഗിഫ്റ്റൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ചെറിയ ഗിഫ്റ്റാണ് കാണിക്കുന്നത്. ഇത് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ അനോണിമസ് ആയിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞതിൽ എനിക്ക് കിട്ടിയതാണ്. ആരാന്നറിയില്ല. മാളവിക എസ് മനു, ഷീ ഈസ് എ നൈസ് ഗൈ, singer also, love yourself. ഇത് സായ തന്നതാണ്, പക്ഷെ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സായ ചെയ്ത ഹാൻഡ് മെയ്ഡ് തിങ്സ്. ഓക്കെ, ഇതായിരുന്നു സായ തന്ന ബോക്സ്. സായ എനിക്ക് റിങ്ങും കൂടെ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ റിങ് എൻ്റെ മിസ്സായി. ഞാൻ പറഞ്ഞില്ല, കുറേ കാര്യങ്ങൾ മിസ്സായി. ഓക്കെ, അപ്പോൾ സായ ഉണ്ടാക്കിയ ക്യൂട്ട് തിങ്സ് ഞാൻ കാണിച്ചു തരാം. ഹാൻഡ് മെയ്ഡാണ്. അയ്യോ, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് ഒരെണ്ണം. വാട്സപ്പിൽ എല്ലാ ഇമോജിയും ഉണ്ട്. ഓക്കെ, ഇത് തല ഓക്കെ. ഇവിടെ ആരും ഇല്ലേ? ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. വായിലാക്കുന്നില്ല അപ്പൻ. നല്ല കോലത്തിൽ ഒരാൾ ഇരിപ്പുണ്ട്. ഓക്കെ, നല്ലൊരു കോലത്തില് വരണോ? കാണിക്കൂ. നല്ല പണിയാണ്. ഈ കൊച്ചു പണി ചെയ്യില്ല, ഈ കുട്ടി. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ ഓരോ മുക്കും മൂലയും വൃത്തിയാക്കുന്നു. അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് മാത്രം ജ്യൂസ് തരുന്നു. ചേട്ടാ, അപമാനിച്ചേ ഞങ്ങി, ഞാൻ പോയിക്കോട്ടെ. ഓക്കെ, ബൈ. 10 മിനിറ്റ് തീർക്കോ? ഓക്കെ, അപ്പം കണ്ടിന്യൂ ചെയ്യാം. സായ തന്ന ഗിഫ്റ്റുകളാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്ന ഒരു ഷെല്ലൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ തായ്ലൻഡിൽ പോയിരുന്നപ്പോഴും ഞാൻ കുറേ ഷെല്ല് കളക്ട് ചെയ്തു. ഈ ഡ്രസ്സ് തായ്ലൻഡിൽ നിന്നാണ് കേട്ടോ, അതാണ് ഇത്ര ഭംഗി. ആൻഡ് സായ ചെയ്ത പെയിന്റിങ്. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞില്ലേ, പെയിന്റിങ് ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത, നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ കഴിവുകൾ അങ്ങനെയുണ്ട്. ആൻഡ് ഇതെന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല. കുഞ്ചലമാണോ എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ക്യൂട്ട്. അടുത്തത് കൃഷ്ണേന്ദു എനിക്ക് 9th തന്നത് ഈ ബോക്സിലാണ്. അതായത് ഈ ബോക്സിൽ എൻ്റെ പിക്ചേഴ്സാണ്. ഞാനും കൃഷ്ണേന്ദു ഒക്കെ ഉള്ള കുറേ പിക്ചേഴ്സ്. ഓക്കെ, ഇതൊക്കെ പച്ച കളറായി ബിക്കോസ് അത് പ്രിൻറ്റിങ് ഇഷ്യൂസാണ്. ആൻഡ് എന്തോ ആനിമയൊക്കെ തന്നിട്ടുണ്ട്, എനിക്കറിയില്ല സംഭവം എന്താണെന്ന്. കാണാമല്ലോ. അടുത്തത് ഇത് എനിക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്. അതായത് ഓണം സെലിബ്രേഷൻ. ഞാൻ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. 7th പഠിക്കുമ്പം എനിക്ക് റാമ്പ് വാക്ക് ഉണ്ടല്ലോ, അതിനെനിക്ക് കിട്ടിയതാണ്. പ്രിൻസസ് അല്ലേ? പ്രിൻസസ് കിട്ടിയതാണ്. അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ടാബിലാണ്. അതുകൊണ്ട് ഇനി അത് ചാർജ് ചെയ്തെടുക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. സോ ഇറ്റ് വാസ് എ ഗുഡ് മെമ്മറി. ഞാൻ റപ്പൻസലായിട്ടായിരുന്നു ചെയ്തിരുന്നത്. സോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതെനിക്ക് ഭൂമിക തന്ന ഗിഫ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അതായത് ഫോർ മൈ ബെസ്റ്റ് ഫ്രണ്ട് മാളു, ഡോണ്ട് ഫോർഗെറ്റ് മീ. ഫോർ മൈ ബെസ്റ്റ് ഫ്രണ്ട് മാളു വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, ഭൂമിക. കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയാണ് എൻ്റെ മെമ്മറീസ്. ഇനിയുണ്ട്, അയ്യോ ഇനിയുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ദേ പോയി ഇതാ പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഞാൻ എത്തി, പേടിക്കണ്ടായിരുന്നു. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. ഞാൻ ഇവിടെ കണ്ട്. സോ ഇതും കൃഷ്ണേന്ദു തന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ അളിയാന്നൊക്കെ. ഇതൊരു സ്റ്റാൻഡ് കേട്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട്.
വേറൊരു ബുക്കും കൂടെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേ ഓഫ് 9th. ഞാൻ എല്ലാവരോടും എന്നെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരു ബുക്കിൽ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് കുറേ നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് കുറേ പേര് എഴുതി തന്നു. അതൊക്കെ ഭയങ്കര ഫേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഭയങ്കര പ്യുവറായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞു, ഉള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, മെമ്മറീസൊക്കെ ഇത് ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തുള്ള നല്ല നല്ല വീഡിയോകൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് എനിക്ക് ഈ വ്ളോഗിൻ്റെ ഫോർമാറ്റൊന്നും അറിയത്തില്ല. സോ ഇനിയും ഞാൻ കുറേ വ്ളോഗ്സ് ഇടാൻ ശ്രമിക്കാം. ബിക്കോസ് ഇനി ഉടനെ ഒരു വ്ളോഗ് വരുന്നതായിരിക്കും, ഫോട്ടോഷൂട്ട് വ്ളോഗ്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ഇറ്റ്സ് അമേസിങ് തിങ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് നടക്കാൻ പോവുകയാണ്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ടാറ്റ പറയുകയാണ്. ടാറ്റ, ബൈ ബൈ. അപ്പം ഇനി ഞാൻ വരുന്നതായിരിക്കും. സോ ലവ് യു സോ മച്ച്.